ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ദൈവം നമ്മളോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മളോട് കൂടെയുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കർത്താവിനാൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എത്ര പേർ ചേർന്ന് ഒരു ഹല്ലേലൂയ പറയും? ഇന്ന് നമ്മുടെ ഒരു സ്പോൺസർ, ഒരു പ്രൈം സ്പോൺസറാണ് കാക്കനാട് നിന്ന്. ഇന്ന് അവരുടെ ജന്മദിനമാണ്. ഹാപ്പി ബർത്ത്ഡേ. പേര് വെളിപ്പെടുത്തിയിട്ടില്ല. കർത്താവ് എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും ആ സഹോദരിയുടെ മേൽ കർത്താവ് പകരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കർത്താവെ ദൈവമേ, നീ എല്ലാ നന്മകളും രോഗസൗഖ്യവും ഒക്കെ കൊടുത്തല്ലോ. ഇനിയും കർത്താവെ അവരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ജീവിത പങ്കാളിക്കും ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൂടുതൽ കൂടുതൽ കൃപകളും അനുഗ്രഹങ്ങളും എല്ലാം സ്വർഗത്തിലെ കർത്താവെ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ ഫൈബ്രോമാൽജിയ എന്ന് പറയുന്ന ആ രോഗം പരിപൂർണമായിട്ടും സൗഖ്യമാക്കുവാൻ സ്വർഗത്തിലെ കർത്താവിൻ്റെ കരം ഇപ്പോൾ ആ വ്യക്തിയുടെ നേരെ നീണ്ടുവരുന്നത് ഞങ്ങൾ കാണുകയാണ്. താങ്ക് യു ജീസസ്, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പരിപൂർണ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ കർത്താവേ. പരിപൂർണ വിടുതൽ ഇപ്പോൾ നടക്കട്ടെ. ഇന്ന് കണ്ട മിസ്രയീമിനെ നീ ഇനി ഒരു നാളും കാണുകയില്ല എന്ന് പറഞ്ഞെങ്കിൽ ഈ മിസ്രയീമ ശക്തികൾ ഇനി ഈ ശരീരത്തിൽ ഇല്ല എന്ന് ഞാനിപ്പോൾ അധികാരത്തോടെ യേശുവിൻ്റെ നാമത്തിൻ്റെ അധികാരത്തിൽ ഞാനത് പറയുന്നു, പ്രഖ്യാപിക്കുന്നു. താങ്ക് യു ജീസസ് ലോർഡ്. കർത്താവേ, നീ അങ്ങനെ ചെയ്തു കഴിഞ്ഞതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത് സ്പോൺസർ ചെയ്തതിന് പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവകൃപയാൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. തുടർന്ന് വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഐ ആം റിയലി എക്സൈറ്റഡ്. ഒരു പുസ്തകം എടുക്കുക, പേന എടുക്കുക, ബൈബിളൊക്കെ എടുത്ത് വയ്ക്കുക. വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് നൗ. ഈ ആഴ്ചയിൽ നമ്മൾ ചിന്തിക്കുന്നത് ഹൗ ടു പ്രിപ്പയർ ourselves ഫോർ വർഷിപ്പിംഗ് ഗോഡ്, അല്ലെങ്കിൽ പ്രീ റെക്വസൈറ്റ്സ് ഫോർ വർഷിപ്പ്. ഇതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിൽ പലതും നമ്മൾ കണ്ടു. ഒന്നാമത് നമുക്ക് വേണ്ടത് റിപ്പൻറ്റൻസ് ആൻഡ് റെക്കൺസിലിയേഷനാണ്. ദൈവസന്നിധിയിലേക്ക് ആരാധിക്കാൻ ചെല്ലുന്നതിന് മുമ്പ്, വഴിപാടുമായിട്ട് ചെല്ലുന്നതിന് മുമ്പ്, സ്തോത്രവുമായിട്ട് ചെല്ലുന്നതിന് മുമ്പ്, പാട്ടുകളുമായിട്ട് ചെല്ലുന്നതിന് മുമ്പ് വി ഹാവ് ടു ചെക്ക് ഇഫ് വി ആർ ഇൻ ഗുഡ് ടേംസ്. വി ആർ ഓൺ ഗുഡ് ടേംസ് വിത്ത് അതേഴ്സ് ആൻഡ് ഓൾസോ വിത്ത് ഗോഡ്. ഇത് നമ്മൾ ചിന്തിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്തിട്ടേ ആരാധിക്കാവൂ എന്ന് വ്യക്തമായി യേശു കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത് വേണ്ടത് ട്രസ്റ്റാണ്, അല്ലെങ്കിൽ ഫെയ്ത്ത്. ആശ്രയമൊന്നും വിശ്വാസമൊന്നും ഇങ്ങനെ മാറ്റി മാറ്റി ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ നമുക്ക് വിശ്വാസം ആവശ്യമാണ്. വിശ്വാസം ഇല്ലാതെ പ്രസാദിപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. സോ അതുകൊണ്ട് വളരെ വലിയ വിശ്വാസം നമ്മുടെ അകത്തുണ്ടാകണം. അത് നമ്മൾ കണ്ടു. അടുത്തതായി നമ്മൾ കണ്ടത് ഗിവിങ് ഗോഡ് ദ ഫസ്റ്റ് പ്ലേസ് ഇൻ അവർ ലൈഫ്. ദൈവസന്നിധിയിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നൊരു ജീവിതം ഉണ്ടാകണം. അതല്ലാതെ ദൈവത്തെ ആരാധിച്ചിട്ട് കാര്യമില്ല. മാത്രമല്ല, ആരാധനയിൽ ദൈവമല്ലാതെ മറ്റൊന്നും ഉണ്ടാകരുത്. God should have the foremost importance
ഇൻ അവർ ലൈഫ്സ് എന്നുള്ളത് വളരെ വ്യക്തമാണ്, ശക്തമാണ്. ഇനി നമുക്ക് ഇന്നത്തേതിലേക്ക് പോകാം. ദ ഹാർട്ട്. അടുത്തതാണ് ഹാർട്ട്. ദാറ്റ് മീൻസ് വി ഹാവ് ടു പ്രിപ്പയർ അവർ ഹാർട്ട്സ്. ആരാധനയ്ക്ക് മുമ്പ് ഹൃദയങ്ങളെ ഒരുക്കണം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ആരാധനയ്ക്ക് മുമ്പ് ഹൃദയത്തെ ഒരുക്കണം. അതൊന്ന് കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്തിട്ട്, ആരാധനയ്ക്ക് മുമ്പ് ഹൃദയത്തെ ഒരുക്കണം. ഹൃദയം ഒന്ന് ശുദ്ധീകരിക്കണം, റെഡിയാക്കണം. ഇതാണ് അവിടെ പറയുന്നത്. ബിക്കോസ് ഗോഡ് ഡിറ്റെസ്റ്റ്സ് എനി വർഷിപ്പ് ദാറ്റ് ഈസ് നോട്ട് ഫ്രം ദ ഹാർട്ട്. ഹൃദയത്തിൽ നിന്നല്ലാത്തൊരു ആരാധന ദൈവം സ്വീകരിക്കുന്നില്ല. അതിന് ചില തെളിവുകളുണ്ട്. മാത്യു 15:8-9, മത്തായി സുവിശേഷം 15:8-9 വായിച്ച് നോക്കിയാൽ, ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് their lips, but their hearts are far from me. They worship me in vain. Their teachings are mere human rules. അവിടെ പറയുന്നത്, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. മാനുഷകൽപ്പനകളായ ഉപദേശങ്ങൾ അവർ പഠിപ്പിക്കുന്നത് കൊണ്ട് എന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു എന്നിങ്ങനെ പ്രവചിച്ചത് ഒത്തിരിക്കുന്നു. ഇവിടെ അടുത്ത ഒരു ഭയങ്കര ഒരു ഡിസെപ്ഷൻ, നമ്മളെല്ലാവരും ആയി പോകാവുന്ന ഒരു ഡിസെപ്ഷനാണ്. എൻ്റെ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അധരങ്ങൾ കൊണ്ടുള്ള ബഹുമാനം, അതിനെ ലിപ് സർവീസ് എന്നാണ് പറയുന്നത്. അധരങ്ങൾ കൊണ്ടുള്ള ബഹുമാനം, എങ്കിൽ അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു. അപ്പോൾ ഹാർട്ടുമായിട്ട് ഒരു ബന്ധമില്ല, അധരങ്ങൾ കൊണ്ട് ബഹുമാനിക്കുന്നു. ഇങ്ങനെയുള്ള ഇപ്പോൾ ആരാധന അവിടെ നിൽക്കട്ടെ. ചില ആളുകളെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, അവരെ വാ കൊണ്ട് നമ്മളെ ഭയങ്കരമായിട്ട് പുകഴ്ത്തുകയും ഒക്കെ ചെയ്യും. എന്നോട് വന്ന് ഒത്തിരി പേര്, എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയാം, പാസ്റ്റർ എൻ്റെ ആത്മീയ പിതാവാണ്, പാസ്റ്റർ വിട്ട് ഞാൻ എങ്ങും പോവില്ല, ഞാൻ ഒരിക്കലും, ഞാൻ ചാവുകയാണെങ്കിൽ ഇവിടെ കിടന്ന് ഞാൻ മരിക്കും, പാസ്റ്ററാണ് എൻ്റെ എല്ലാം എന്ന് ഇങ്ങനെ കൈകൂപ്പി പറഞ്ഞിട്ടുള്ള ഒത്തിരി പേരുണ്ട്. ചില മാസങ്ങൾ കഴിയുമ്പോൾ പെട്ടെന്ന് അവരങ്ങ് ഉൾട്ടാ തിരിഞ്ഞ് അവരായിരിക്കും ഏറ്റവും ദ്രോഹം ചെയ്യുന്നത്. വാ കൊണ്ട് പറയുമ്പോൾ നമുക്കറിയാം ഹൃദയം അതിൻ്റെ പുറകിലില്ല, ഹൃദയൻ്റെ പുറകിലില്ല. അങ്ങനെയുള്ള പലരും എതിരെതിരിയുന്നതും ഒത്തിരി ഉപദ്രവിക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടാവും. നമ്മൾ ഭയങ്കര കൂട്ടുകാരാ, ചങ്ങാതികളാ, ഞാൻ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചതിക്കും. ഇതിന് കാരണം ഹാർട്ട് പുറകിലില്ലാതെ വാ കൊണ്ട് മാത്രം ചിലത് പറയുന്നു. അതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ അനുഭവങ്ങൾ ഉണ്ടായിക്കാണും. എന്ന് വെച്ചാൽ പലരും നമ്മളോട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു, പക്ഷേ പെട്ടെന്ന് അവർ നമുക്കെതിരെ തിരിയുന്നു. ഇതിൻ്റെ എല്ലാം പുറകിലെ കാരണം അവർ ഹൃദയത്തിൽ നിന്നല്ല സംസാരിക്കുന്നത്. ബൈബിളിൽ അനേക പ്രാവശ്യം മലയാളം ബൈബിൾ പറഞ്ഞിട്ടുള്ള ഒരു ടേമാണ് ഹൃദയ പരമാർത്ഥികൾ. സങ്കീർത്തനങ്ങളിൽ ഒത്തിരി പ്രാവശ്യമുണ്ട് ഹൃദയ പരമാർത്ഥികൾ, അവർ ദൈവത്തിൽ പുകഴും. ഈ ഇൻറ്റഗ്രിറ്റി ഓഫ് ദ ഹാർട്ട്, ഹൃദയത്തിൽ നിന്ന് ഒരു കാര്യം ചെയ്യുന്നതും പുറത്ത് അഭിനയിച്ചുകൊണ്ട് ചെയ്യുന്നതും രണ്ടാണ്. ചിലരൊക്കെ എൻ്റെ കാലിൽ ഇങ്ങനെ വീണ് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്റർ എൻ്റെ അപ്പനാണ്. പക്ഷെ അധികം താമസിയാതെ ഇവര് ഭയങ്കരമായി ഉപദ്രവിക്കുകയും വളരെ മോശമായി സംസാരിക്കും. യേശുവിന് അനുഭവം ഉണ്ടായി, പൗലോസിന് അനുഭവം ഉണ്ടായതായിട്ട് പറയുന്നുണ്ട്. ആദിമ സഭയിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പല പരാമർശങ്ങളും ലേഖനങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി ദൈവത്തോട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഇതേ അപ്രോച്ചാണ് എടുക്കുന്നതെങ്കിൽ ദൈവത്തിന് സകലം ഇങ്ങനെ നഗ്നവും മലർന്നതുമായിട്ട് കിടക്കുകയാണ്. ഇബ്രാഹിം 4:13 അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ സകലവും തുറന്നും നഗ്നവുമായി മലർന്ന് ഓപ്പൺ ബുക്ക് പോലെ കിടക്കുകയാണ്. മനുഷ്യരായ നമ്മളെ പലർക്കും വഞ്ചിക്കാം. കാരണം നമ്മളെല്ലാം അറിയുന്നില്ല. ഒരു മനുഷ്യൻ്റെ ഹൃദയം മുഴുവൻ അറിയാനുള്ള ഒരു വരവും ഒരു പ്രവാചകനും കിട്ടിയിട്ടില്ല. നമുക്കെല്ലാവർക്കും അത് വരാം. ആളുകളെ നമ്മൾ വിശ്വസിക്കും, പക്ഷെ അവരുടെ ഹൃദയം നമ്മോട് കൂടെ ഉണ്ടോ?
അറിയില്ല. എന്നാൽ ചിലത് പതുക്കെ പതുക്കെ റിവീലായി വരും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. കുറേ വിവേചനം വരെ കർത്താവ് തരും, തീർച്ചയായിട്ടും. എന്നാൽ അതല്ലാതെ തന്നെ പലപ്പോഴും നമ്മൾ കമ്പാഷൻ ഗ്രൗണ്ടിലൊക്കെ ആളുകളെ സ്നേഹിക്കുകയും ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യും, ആളുകളെ ട്രെയിൻ ചെയ്യുകയും എല്ലാം ചെയ്യും. പക്ഷെ കുറേ കഴിയുമ്പോൾ അവരങ്ങ് തലതിരിയും. കർത്താവ് വാണിംഗ് ആയിട്ട് പറയുക, ദീസ് പീപ്പിൾ ഓണർ മീ വിത്ത് ദെയർ ലിപ്സ്. ഈ ജനം അവരുടെ അധരം കൊണ്ട്, എന്ന് വെച്ചാൽ അവർ യഹോവയെ വാഴ്ത്തുന്നു, യഹോവയെ സ്തുതിക്കുന്നു, യഹോവയെ ആരാധിക്കുന്നു, യഹോവയെ ഈ പാട്ട് പാടുന്നു, ഭയങ്കര പാട്ട് കൊട്ട്, ഭയങ്കര തിമർപ്പം പരിപാടികൾ. പക്ഷെ കുറച്ചങ്ങൾ ചെന്നിട്ട് അപ്പുറത്ത് വേറെ വിഗ്രഹങ്ങളെ ആരാധിച്ചു. ഇത് കണ്ടപ്പോൾ ദൈവത്തിന് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് അവർ പറയുന്നത്, ദേ വർഷിപ്പ് മീ ഇൻ വെയിൻ. അവരെന്നെ വ്യർത്ഥമായി ഭജിക്കുന്നു. They worship me in vain. Their teachings are mere human rules. അവരുടെ ഉപദേശങ്ങൾ എന്താണ്? മാനുഷ കൽപ്പനകളാണ്, വെറും മാനുഷ കൽപ്പനകൾ. അടുത്തൊരു വചനത്തിലേക്ക് നമുക്ക് പോകാം. മാത്യു 6:7. മത്തായി 6:7. When you pray, don't babble on and on as people of other religions do. They think their prayers are answered merely by repeating their words again and again. അതും നമുക്ക് മലയാളത്തിൽ നോക്കാം. 6-ാം അധ്യായം, മത്തായി 6-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനമാണ്. പ്രാർത്ഥിക്കയിൽ നിങ്ങൾ ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുത്. ജൽപ്പനത്തിൻ്റെ ഇംഗ്ലീഷ് വേർഡാണ് ബാബ്ലിംഗ്. അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നല്ലോ അവർക്ക് തോന്നുന്നത്. അതിഭാഷണത്താൽ എന്ന് പറഞ്ഞാൽ കുറെ അധികം പ്രാവശ്യം ആവർത്തിച്ച് വാ കൊണ്ട് ഉരുവിടുമ്പോൾ ദൈവം പ്രസാദിക്കും. ദാറ്റ് മീൻസ് ഗോഡ് വിൽ ബി പ്ലീസ്ഡ് വിത്ത് ദ നമ്പേഴ്സ് ഓഫ് മൈ പ്രേയേഴ്സ്. ഇതാണ് പിശാചിന്റെ വലിയൊരു തന്ത്രം. പ്രാർത്ഥനകളുടെ എണ്ണം കൂടുമ്പോൾ അതിൽ ദൈവം പ്രസാദിക്കും എന്നൊരു തോന്നൽ. നമ്പർ ഓഫ് പ്രേയേഴ്സ്. 1 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 3 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 50 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 53 പ്രാവശ്യം പ്രാർത്ഥിച്ചു, 100 പ്രാവശ്യം, 151 പ്രാർത്ഥിച്ചു. മനസ്സിലായോ? ഇങ്ങനെ ചില ജപങ്ങൾ അല്ലെങ്കിൽ ചില പ്രാർത്ഥനകൾ ബൈ ഹാർട്ട് പഠിച്ച് വാ കൊണ്ട് ഉരുവിട്ടാൽ ദൈവം പ്രസാദിക്കും. എല്ലാ മതങ്ങളിലും ഉണ്ട് ആ വിശ്വാസം, എല്ലാ മതങ്ങളിലും ഉണ്ട്. എന്നാൽ കർത്താവ് പറയുന്നത്, ആ പരിപാടിയുമായിട്ട് എൻ്റെ അടുത്തോട്ട് വരണ്ട, നിൻ്റെ ഹാർട്ടുമായിട്ട് വാ. നമ്മൾ ചില ആഴ്ചകൾക്ക് മുമ്പാണ് ഹാർട്ട് എന്നൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്ത്. എത്ര പേര് വാച്ച് ചെയ്യാറുണ്ടെങ്കിൽ ലൈവ് ചാറ്റിലൊന്ന് ടൈപ്പ് ചെയ്യണമേ, ഐ വാച്ച് ഹാർട്ട്. ഞാൻ ഹാർട്ട് വാച്ച് ചെയ്യാറുണ്ട്. ഒന്ന് ഇല്ലാത്തവർ എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 7 മണിക്കാണ് ഇത് നടക്കുന്നത്. ദൈവകൃപയാൽ അതിൻ്റെ മേൽ ദൈവം കടാക്ഷിച്ച് ഒത്തിരി പേരെ സ്പർശിക്കുന്നു. ചില സമയത്ത് ഞാൻ അവിടെ ഇരിക്കുന്ന ലൈവ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് തന്നെ ഭയങ്കരമായി കണ്ണുനീര് വരും. കാരണം കർത്താവിൻ്റെ കമ്പാഷൻ ഒഴുകുന്നത് കാണാം, കർത്താവിൻ്റെ ഹാർട്ടിൽ നിന്ന് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, അതൊരു ഹാർട്ട് എന്നാണ് ആ പ്രോഗ്രാമിന്. ഒത്തിരി നേരം ആലോചിച്ചു, അവസാനം കിട്ടിയ പേരതാണ്, ഹാർട്ട് ടു ഹാർട്ട്. ഇതാണ് വർഷിപ്പിൽ നടക്കേണ്ടത്, ഇതാണ് പ്രാർത്ഥനയിൽ നടക്കേണ്ടത്, ഇതാണ് ദൈവവുമായി കണക്ട് ചെയ്യുമ്പോൾ നടക്കേണ്ടത്. നമുക്ക് പറ്റുന്നൊരു അബദ്ധം പലപ്പോഴും ഒരു കൂട്ട ആരാധന നടക്കുന്ന സമയത്ത് എല്ലാവരും കൂടെ കൈയടിച്ച് ആക്കി ബഹളം ഇതെല്ലാം വരുന്ന സമയത്ത് പലപ്പോഴും ഹാർട്ട് വിട്ടുപോയി. വാ കൊണ്ട് അപ്പോഴും പാടിക്കൊണ്ടിരിക്കും. വാ കൊണ്ട് എല്ലാവരും പാടുമ്പോൾ ഹോ എന്താ സംഭവിക്കുന്നത്? കർത്താവിൻ്റെ പരാതി, നിന്റെ ഹൃദയം നിന്നെ വിട്ടുമാറിയിരിക്കുന്നു. ഇവിടെ അതിൻ്റെ ഒരു എങ്ങനെ അതിനെ പറയേണ്ടത്, അതിൻ്റെ ഒരു മിസ്കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഒത്തിരി മതങ്ങളിലും അവർ വിശ്വസിക്കുന്ന, ഇവിടെ യേശു പറയുന്നുണ്ട്, ഡോണ്ട് ബാബിൾ ഓൺ ആൻഡ് ഓൺ ആസ് പീപ്പിൾ ഓഫ് അതർ റിലിജൻസ് ഡു. ചില ട്രാൻസ്ലേഷൻസിൽ പറഞ്ഞിരിക്കുന്നത് ലൈക്ക് പേഗൻസ് ഡു. ജാതികൾ എന്നെ പേഗനിസം അറിയാലോ. അങ്ങനെയുള്ളവർ ചെയ്യുന്ന, പേഗൻസ് ചെയ്യുന്നത് പോലെ ബാബിൾ ചെയ്യരുത്. പേഗൻസ് പല പരിപാടികൾ ചെയ്യും. ഒരു ദേവതയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും അവരുടെ ഒരു വിശ്വാസത്തിലുള്ള ഗോഡ് ഓർ ഗോഡസ് അതിൻ്റെ പേര് പറഞ്ഞ് തുള്ളിച്ചാടി മറിഞ്ഞ്, ചില സമയത്ത് കത്തി കൊണ്ട് മൂർച്ചയുള്ളതൊക്കെ കൊണ്ട് ശരീരത്തിൽ കുത്തി മുറിവേൽപ്പിച്ച് ബ്ലീഡ് ചെയ്യും. അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ. ഇതിനെല്ലാം പുറകിൽ പൈശാചിക ശക്തികളാണ്.
ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇങ്ങനെ കുത്തി മുറിവേൽപ്പിച്ച് പല എങ്ങനെയാണ് പറഞ്ഞ അമ്പ് പോലുള്ളതൊക്കെ കുത്തി തറച്ച് മനുഷ്യനെ മുഴുവൻ ദണ്ഡിപ്പിച്ച് പീഡിപ്പിച്ച് ഈവൻ ഈ വലിയ കൂർത്ത ആണികൾ തറച്ച് എന്ന് വെച്ചാൽ ഒരു പലക, ഇത് പലകയാണെങ്കിൽ പലകയുടെ ഈ ഭാഗത്ത് നിന്നും ആണി അടിച്ച് കയറ്റുന്നു. അപ്പോൾ ആണി ഇങ്ങനെ നിൽക്കുകയാണ്, ഇങ്ങനെ ഫുൾ ആണി അടിച്ച് അതിൻ്റെ കൂർത്ത ഭാഗം മുകളിലേക്ക് വെച്ച് ആണി കൊണ്ടുള്ളൊരു കിടക്ക ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന വിശ്വാസങ്ങൾ വരെ ഇവിടെ ഇന്ത്യയിൽ ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെ എല്ലാം എന്നെ തന്നെ പീഡിപ്പിച്ചും ദണ്ഡിപ്പിച്ചും എന്തെങ്കിലും ശാരീരികമായും വാഗൊണ്ടൊക്കെ ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനെ ഇതൊന്നും ചെയ്യണ്ട. ഇതെല്ലാം യേശു ചെയ്തു. യേശുവിൻ്റെ ശരീരം മൊത്തം തുളച്ചില്ലേ, പിന്നെ നമ്മുടെ ശരീരം തുളക്കാതിരിക്കാനാണ് പകരമായിട്ടാണ് യേശു ചെയ്തത്. ഇങ്ങനെയുള്ള ഒരു പരിപാടിക്ക് ഇനി പോകരുത്. ഇത് ഒരുപക്ഷെ ഇത് കേൾക്കുന്ന നിങ്ങൾ പണ്ട് കാലത്ത് ഇതുപോലെ പോയി കാണും. ഇനി പോകരുത്. ഇന്നും കേരളത്തിലും പല സംസ്ഥാനങ്ങളിൽ ഇങ്ങനെയുള്ള വിശ്വാസങ്ങൾ നിലവിലുണ്ട്. നമുക്കെല്ലാവർക്കും വേണ്ടി യേശു കർത്താവ് ശരീരം മുഴുവൻ തുളച്ചു, മുൾക്കിരീടം തലയിൽ വെച്ചു. ഇനി നാം ആരും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് ജീസസ് ഫിനിഷ്ഡ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. കർത്താവ് ചെയ്തു കഴിഞ്ഞു. ഓൾറൈറ്റ്. അപ്പം നമ്മളിപ്പോൾ അവസാനം വായിച്ചത് മത്തായി 6:7 ജൽപ്പനം ചെയ്തതുകൊണ്ട് ഒരേ പ്രാർത്ഥനകൾ റിപ്പീറ്റ് ചെയ്തതുകൊണ്ട് മറുപടി കിട്ടും. അങ്ങനെ കാണാതെ പഠിച്ച പ്രാർത്ഥനകൾ ഉരുവിടുന്ന ഒരു രീതി അത് ദൈവം ആഗ്രഹിക്കുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് ഈ പറയുന്നത്. ഹാർട്ട് കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ. അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ യെശയ്യാവിന്റെ പുസ്തകം 6 സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ 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 എന്ന് അവരെ നൂറ്റാണ്ടുകളായിട്ട് പാടുന്നുണ്ട്. അത് വേറെ കാര്യമാണ്. അത് ഈ ജാതികളുടെ ജൽപ്പനമല്ലത്. അത് നമുക്കും ചെയ്യാം. ആത്മാവ് നിറഞ്ഞ് നാമും ചില സമയത്ത് ഇതുപോലെ ആരാധിച്ചേക്കാം. എത്രയോ വട്ടം ബ്ലെസ്സിംഗ് ടുഡേയുടെ സ്റ്റേജിൽ ചില സമയത്ത് ഹോളി 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 അനേക സമയം ഹോളി ഹോളി പറയാം. അത് വെറും വായിൽ നിന്നുള്ള പരിപാടിയല്ല, ഹാർട്ടിൽ നിന്നും സ്പിരിറ്റിൽ നിന്നും അങ്ങനെ വർഷിപ്പ് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ചില ആഴ്ചകൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനെ കാണിച്ചൊരു കാര്യമാണ് ദ പവർ ഓഫ് റെപ്പറ്റീഷൻ, ആവർത്തനത്തിൻ്റെ ശക്തി. ശരിയായ കാര്യം ശരിയായ രീതിയിൽ ആവർത്തിച്ചാൽ ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാവും. ഉദാഹരണത്തിന് നല്ല ഒരു തോട്ട് നല്ല രീതിയിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ബ്രെയിനിൽ ഇലക്ട്രിക് പാത്വേസ് ഉണ്ടാവും. ഒരേ കാര്യം ആവർത്തിച്ച് ചിന്തിക്കുമ്പോൾ ഇലക്ട്രിക് പാത്വേസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അത് പെർമനൻ്റ് ആവും. ചീത്ത കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ. ഇങ്ങനെയാണ് നമ്മളുടെ മൈൻഡ് സെറ്റിനകത്ത് ബിലീഫ് സിസ്റ്റവും അതും ഇതുമൊക്കെ ഡീപ്പ് റൂട്ടഡ് ആവുന്നത്. ഇനി അടുത്ത ഒരു ഭാഗത്തേക്ക് പോവാം. എബ്രായ ലേഖനം 10:1 The law is only a shadow of the good things that are coming, not the realities themselves. For this reason, it can never, by the same sacrifices repeated endlessly year after year, make perfect those who draw near to worship. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലല്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന അതേ യാഗങ്ങളാൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ ഒരു നാളും കഴിവുള്ളതല്ല. എൻ്റെ അർത്ഥം, പഴയ നിയമത്തിൽ ഇതുപോലെ നിഴലുകളായ ഒത്തിരി കാര്യങ്ങൾ അവർ ചെയ്തു. ഇപ്പം മൃഗയാഗങ്ങൾ തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ നിഴലായിട്ട് ചെയ്തതാണ്. അത് വരുവാനിരുന്ന പൊരുളിൻ്റെ നിഴൽ മാത്രമാണ്. എന്നാൽ അത് ഇനി നമ്മൾ പുതിയ നിയമത്തിൽ ആവർത്തിക്കരുത്. അതാണ് ഈ പറയുന്നത്. പറഞ്ഞു വരുന്നത് വ്യർത്ഥമായ കാര്യങ്ങൾ, മീനിങ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഹാർട്ട് ഇൻവോൾവ് ചെയ്യാത്ത പരിപാടികൾ. പഴയ നിയമത്തിലുള്ള പഴയ നിയമത്തിൽ ഹാർട്ട് ഇൻവോൾവ് ചെയ്യണമെന്നില്ലായിരുന്നു. കാരണം കൈ കൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നു. അതായത് ഓൾഡ് ടെസ്റ്റമെന്റ് മൊത്തം കാണുന്നത് കൈ കൊണ്ടുള്ള ഹാൻഡ് കൊണ്ടുള്ള ശുശ്രൂഷയായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നത് ഹാർട്ട് കൊണ്ടുള്ള ശുശ്രൂഷയാണ്. ഈ ഹാൻഡും ഹാർട്ടും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അവിടെ ഹാൻഡ് മാത്രമാണെങ്കിലും അവിടെ അതേ ഉള്ളൂ. കാരണം പരിശുദ്ധാത്മാവ് എല്ലാവരിലും വസിക്കുന്നില്ലായിരുന്നു. എന്നാൽ ഇന്ന് സകലരുടെയും മേലും ദൈവം പരിശുദ്ധാത്മാവിനെ ചൊരിയുന്ന സമയമാണ്.
അതുകൊണ്ട് നമ്മളിപ്പോൾ ആത്മാവിൽ നിറഞ്ഞ് ഹാർട്ട് കൊണ്ടാണ് ദൈവത്തെ ആരാധിക്കുന്നത്. ഹാർട്ടിൽ നിന്ന്, ദിസ് ഇസ് ദ വർഷിപ്പ് ചേംബർ. ഇവിടെ നിന്നാണ് ആരാധന ഉയരേണ്ടത്. സോ ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി മുതൽ അങ്ങോട്ട് ആരാധന നടക്കുന്ന സമയത്ത് നമ്മുടെ ഹാർട്ടൊന്ന് അതിലോട്ടൊന്നിടാൻ നമ്മളെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാമോ? വാവോട് ചുമ്മാ ഇങ്ങനെ പാടി ബഹളം ഉണ്ടാക്കുന്ന ഒച്ച വെച്ച് പാടുന്നതിന് ഒന്നും ഒരു തെറ്റുമില്ല, ഞാൻ ചെയ്യാറുണ്ട്. എന്നാൽ ഹാർട്ട് ഇൻവോൾവ് ചെയ്യിക്കാൻ നമുക്ക് മനഃപൂർവ്വമായൊരു ശ്രമം ഉണ്ടാക്കാമോ? ഇതാണ് ചോദ്യം. എനിക്ക് പറ്റിയിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം നമ്മളിങ്ങനെ മെക്കാനിക്കലായി തത്ത പറയുന്നത് പോലെ, തത്ത പാടുന്നത് പോലെ, തത്ത വല്ല പറഞ്ഞിട്ടുണ്ട്. ചുമ്മാ അനുകരണമാണ്. ഒരാളുടെ ശബ്ദം കേട്ടിട്ട് ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. തത്തയ്ക്ക് തന്നെത്താൻ സെൻറ്റൻസുകൾ ഉണ്ടാക്കി സംസാരിക്കാൻ സാധ്യമല്ല. ഒരു മെക്കാനിക്കൽ രീതിയിൽ അത് പറയുന്നതേ ഉള്ളൂ. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹാർട്ട് ഇൻവോൾവ് ആകുന്നുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവും? ഹാർട്ട് ഇൻവോൾവ് ആകുന്നുണ്ടെങ്കിൽ ആരാധന ഒരു എക്സ്പീരിയൻസ് ആയി മാറും. യു വിൽ ഫീൽ ഇറ്റ്. ഇമോഷണൽ റിലമിനെ തൊടും. മാത്രമല്ല, ഇമോഷണലി ടച്ച്ഡ് ആകുന്ന സമയത്ത് പല ഫീലിങ്സ് പുറത്തേക്ക് വരും. ചിലപ്പോൾ നമ്മൾ കരയും, ചിലപ്പോൾ നമ്മൾ ചിരിക്കും. അകത്ത് സന്തോഷം ഉണ്ടാകും, ചിലപ്പോൾ അകത്ത് നുറുങ്ങും. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആരാധിക്കുന്ന വ്യക്തിയിലുള്ളവായിക്കൊണ്ടിരിക്കും. അപ്പോൾ അറിയാം ഹാർട്ട് കണക്റ്റഡ് ആയി എന്നുള്ളത്. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 3-ാമത്തെ വചനത്തിലേക്ക് നമ്മൾ പോയാൽ അവിടെ കാണുന്ന, ഐ താങ്ക് ഗോഡ് whom I worship with a pure conscience in the spirit of my fathers. When without ceasing I remember you night and day in my prayers. അതിൻ്റെ മലയാളം കൂടെ നോക്കാം. 2 തിമോത്തിയോസ് 1-ാം അധ്യായം 4-ാമത്തെ വചനത്തിലാണ് മലയാളത്തിൽ കിടക്കുന്നത്. ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. നോക്ക്, അവിടെ പറയുന്ന പൂർവന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന്. അപ്പോൾ പൗലോസ് വർഷിപ്പ് ചെയ്തപ്പോൾ, ആരാധിച്ചപ്പോൾ അവിടെ ചെയ്തത് എ പ്യൂർ കോൺഷ്യൻസ് വാസ് ഇൻവോൾവ്ഡ്. നല്ലൊരു മനസാക്ഷി ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടാണ് ആരാധിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്ത് പ്രീ റെക്വിസൈറ്റ്സ് ഫോർ വർഷിപ്പിൽ ഇന്ന് നമ്മൾ കണ്ടത് 4-ാമത്തേതാണ്, ദ ഹാർട്ട്, ഇൻവോൾവ്മെന്റ് ഓഫ് ദ ഹാർട്ട്, പ്രിപ്പറേഷൻ ഓഫ് ദ ഹാർട്ട്, അല്ലെങ്കിൽ പ്യൂർ കോൺഷ്യൻസ്. അത് കൊണ്ടുവന്ന് ഹൃദയത്തിൽ നിന്നും ആരാധന പുറപ്പെടുക. എല്ലാവരും നെഞ്ചിലൊന്ന് കൈവയ്ക്കാം. ഇപ്പം നെഞ്ചിൽ കൈവെക്കുക. ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ ആരാധിക്കാനായി സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തൊടണമേ, ഹൃദയങ്ങളെ ഒരുക്കണമേ. ആരാധിക്കുമ്പോൾ നിർമ്മല മനസാക്ഷിയോടെ ദൈവത്തെ ആരാധിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി നന്ദി പറയുന്നു. ഇപ്പോൾ ദൈവകൃപയ്ക്കായി ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ഹൃദയങ്ങളിലും അതുണ്ടാകട്ടെ. ഇനി ആരാധിക്കുമ്പോൾ ഹൃദയം കൊണ്ട് ആരാധിക്കാൻ അങ്ങ് സഹായിക്കണമേ. വാ കൊണ്ട് മാത്രമല്ല, അധരങ്ങൾ കൊണ്ട് മാത്രം സ്തുതിക്കാനല്ല. അതോടൊപ്പം രോഗികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കെട്ടുകളെല്ലാം യേശുവിൻ്റെ നാമത്തിൽ അഴിഞ്ഞു പോട്ടെ. രോഗബന്ധനങ്ങൾ അഴിയുന്നു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ആ വചനപ്രകാരം യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. താങ്ക് യു ലോർഡ്. ഇപ്പോൾ ഏത് രോഗമാണെങ്കിലും സൗഖ്യമാകട്ടെ. ഈ ഷോൾഡറിൻ്റെ പെയിൻ സൗഖ്യമാകട്ടെ, ജോയിൻറ്റ് പെയിൻ സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഫൈബ്രോയിഡ് സൗഖ്യമാകട്ടെ. ബ്ലീഡിങ് കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ നിൽക്കട്ടെ. കർത്താവ് ജനങ്ങൾ അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ ആമേൻ. എല്ലാവരും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.